ചോദിക്കട്ടെ, രാവും പകലും, കറുപ്പും വെളുപ്പും, ദുഃഖവും സങ്കടവും അതെല്ലാം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ എന്തിനാ നിങ്ങൾക്ക് ഇത്ര വിഷമം എന്താ? അറിയില്ലേ അവളുടെ സ്വഭാവം? ന്യായമായാലും അന്യായമായാലും അവളുടെ ഭാഗം ജയിക്കണം. നമ്മുടെ കേരളത്തിന്റെ തനത് കലയായ മോഹിനിയാട്ടം, അതിനകത്ത് ആണായാലും പെണ്ണായാലും ഇച്ചിരി സൗന്ദര്യം വേണം എന്നുള്ളത് എന്റെ അഭിപ്രായമല്ലേ? അതെനിക്ക് പറയാൻ പാടില്ലേ? അത് പുതിയൊരു അറിവാ. വെരി ഗുഡ്. അപ്പൊ രോഗം പിടികിട്ടി. അതാണ് അവിടെയായിരുന്നു ഏറ്റവും വലിയ തിരുത്തലും വന്നത്. ആ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം കളറാണ് എന്നൊരു ഒരു കാര്യം ആലോചിക്കുന്നത് പോലെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ശരിയാണെന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നു. സൗന്ദര്യത്തിന് കളറുണ്ടോ? നിന്റെ കൊള്ളരുതാത്ത ഏക അവയവം നാക്കാ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ചാനലുകളിൽ നിന്ന് എല്ലാ മീഡിയക്കാരും പുറത്തോട്ട് വിടുന്ന, മൈക്ക് കൊടുത്ത് വിടുന്ന നല്ല സുന്ദരി കുട്ടികൾ ഇല്ലാന്നേ ഞാൻ പറയുള്ളൂ. ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയരുത്. ഇത് സഹിക്കാവുന്നതിന് അപ്പുറമായിരിക്കുന്നു. ഈ ധൂമകേതു കാരണം, ഈ യക്ഷി കാരണം. ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് തേച്ചരച്ച് കുളിച്ചാൽ പോകാവുന്ന അഴുക്കേ ഉള്ളൂ. പക്ഷെ തന്റെയൊക്കെ മനസ്സിലുള്ള ഈ ചേറുണ്ടല്ലോ, 7 ജന്മം ലോകത്തുള്ള സകല സോപ്പിട്ട് കുളിച്ചാലും പോവില്ല. അപ്പോഴോ നല്ല സുന്ദരി സുന്ദരി പറ്റില്ല. വൃത്തികെട്ട തള്ള. നീ ആരാന്നാ നിന്റെ വിചാരം? ഈ അഹങ്കാരമൊക്കെ അങ്ങ് കോഴിപ്പള്ളിയിൽ വെച്ചിട്ട് വന്നാ മതി കേട്ടോ. അല്ല, ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ വീട്ടില് സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ, സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു തർക്ക വിഷയമാണ്. കാരണം ഓരോരുത്തരുടെയും ഞാൻ കണ്ടത് എന്റെ വീട്ടില് ഞാൻ ഈ പ്രശ്നം വന്നപ്പോ ഞാൻ ഒരു മീഡിയക്കാരും വിളിച്ചില്ല. കണ്ടോ ഇപ്പോഴും ഇവർക്ക് നേരം എടുത്തിട്ടില്ല. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവൂ. അല്ല, ടീച്ചർ വലിയ വിവാദമുള്ള വിഷയം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആദ്യം പറഞ്ഞത് മാധ്യമ പ്രവർത്തകർ വീട്ടിൽ വന്നവരിൽ ആരും സുന്ദരികളില്ലെന്നാണ് പറഞ്ഞത്. സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ട. ഞാൻ പുട്ടിയടിച്ചു, മേക്കപ്പ് ചെയ്തു എന്നാണ് ഇപ്പൊ മീഡിയക്കാരൊക്കെ പറഞ്ഞല്ലോ. എന്റെ പൊട്ടിനെ കുറിച്ച് പറഞ്ഞു, എന്റെ മുടിയെ കുറിച്ച് പറഞ്ഞു. പിന്നെ എന്നിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ വന്നിട്ടുള്ളവരിൽ എത്ര പേര് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്? മേക്കപ്പ് ചെയ്യില്ല. ഒത്തിരി അനുഭവങ്ങളുള്ള പശുവാ. അയവർക്കണ കണ്ടില്ലേ, ഇങ്ങനെ പഴയതൊക്കെ വഴിക്കുന്നു പോയ ക്ലീൻ. അതായത് വയറിളക്കി കളയണം. എപ്പോഴെങ്കിലും വീട്ടിൽ തനിച്ചിരുന്നപ്പോ ഇത് വേണ്ടിയിരുന്നില്ല, ഞാൻ പറയണ്ടായിരുന്നു എന്ന് തോന്നിയോ? അതെങ്ങനെ തോന്നും? എനിക്ക് നല്ലൊരു പരസ്യമില്ല. ഇപ്പൊ എവിടെ ചെന്നാലും എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കുന്നത്തെ കൊന്ന പൂത്ത പോലെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാ. എന്തൊരു ചന്തവാ. അയ്യോ, പൊന്നിന്റെ നിറം, തലമുടിക്ക് വരെ സ്വർണത്തിന്റെ നിറം. പുറത്തോട്ടും ഇങ്ങോട്ട് വന്നില്ലേ? ഇപ്പോ ഇനി കുറേയും കൂടെ സജീവമാവും. എന്ത് കുഴപ്പം? ഞാൻ അതിന് വേണ്ടി ഒരു തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എന്തെല്ലാം നമ്മുടെ ഈ ലോകത്ത്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കണം. എടാ, നീ ആദ്യം നന്നായി, എന്നിട്ട് സ്വയം നന്നാകാൻ നോക്കും. പിന്നെ തന്റെ മുടിഞ്ഞ ചൊറിച്ചിലും പോകും. എല്ലാവരും പോയിക്കോ. നീ പോയിക്കോ. അല്ല, നിന്നോട് പറയാനോ?